Hello and welcome back to another video on daily use sentences. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റൻസസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ മീ? ഡു യു റിമെമ്പർ മീ? ഇവിടെ നമ്മൾ റിമെമ്പർ മീ അതായത് എന്നെ റിമെമ്പർ ചെയ്യുന്നുണ്ടോ, എന്നെ ഓർമ്മയുണ്ടോ, അയാളെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ മീ എന്ന വാക്കിന് പകരം ഹിം ചേർക്കും. അപ്പോൾ ഡു യു റിമെമ്പർ ഹിം. അതേപോലെ അവളെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഹർ. ഡു യു റിമെമ്പർ ഹർ? നിനക്ക് അയാളെ മനസ്സിലായോ? നിനക്ക് അയാളെ മനസ്സിലായോ? അതായത് നിനക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡു യു റെക്കഗ്നൈസ് ഹിം? ഡു യു റെക്കഗ്നൈസ് ഹിം? അപ്പോൾ റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ ഒരാളെ മനസ്സിലാവുക, അതായത് ഒരാളെ കാണുമ്പോൾ തിരിച്ചറിയുക. ഓക്കെ, ഇവിടെയും നമുക്ക് ഹിം എന്നതിന് പകരം അവളെ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു റെക്കഗ്നൈസ് ഹർ. എന്നെ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു റെക്കഗ്നൈസ് മീ. നീ അയാളെ ഓർക്കുന്നില്ലേ? നീ അയാളെ ഓർക്കുന്നില്ലേ? ഡോണ്ട് യു റിമെമ്പർ ഹിം? ഡോണ്ട് യു റിമെമ്പർ ഹിം? ഡോണ്ട് യു അതായത് നീ അയാളെ റിമെമ്പർ ചെയ്യുന്നില്ലേ. ഇവിടെ നമുക്ക് ഹിം ഉപയോഗിക്കാം, ഹർ ഉപയോഗിക്കാം, മീ ഉപയോഗിക്കാം. എനിക്ക് നിങ്ങളെ മനസ്സിലായി, പക്ഷെ പേര് ഓർക്കുന്നില്ല. എനിക്ക് നിങ്ങളെ മനസ്സിലായി, പക്ഷേ പേര് ഓർമ്മയില്ല അല്ലെങ്കിൽ ഓർമ്മ വരുന്നില്ല. ഐ റെക്കഗ്നൈസ് യു ബട്ട് കാൻറ്റ് റിമെമ്പർ യുവർ നെയിം. ഐ റെക്കഗ്നൈസ് യു, എനിക്ക് നിങ്ങളെ മനസ്സിലായി, ബട്ട് കാൻറ്റ് റിമെമ്പർ യുവർ നെയിം. കനോട്ട് റിമെമ്പർ യുവർ നെയിം. നിങ്ങളുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഓർക്കുന്നില്ല. ഐ റെക്കഗ്നൈസ് യു ബട്ട് കാൻറ്റ് റിമെമ്പർ യുവർ നെയിം. എന്റെ മേൽ ദേഷ്യപ്പെടരുത്, അത് എന്റെ തെറ്റല്ല. എന്റെ മേൽ ദേഷ്യപ്പെടരുത്, അത് എന്റെ തെറ്റല്ല. ഡോണ്ട് ഗെറ്റ് ആംഗ്രി വിത്ത് മീ, ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ഡോണ്ട് ഗെറ്റ് ആംഗ്രി വിത്ത് മീ, ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ആംഗ്രി വിത്ത് മീ എന്ന് പറഞ്ഞാൽ എന്റെ മേൽ ദേഷ്യപ്പെടരുത്. ഡോണ്ട് ഗെറ്റ് ആംഗ്രി വിത്ത് മീ. ഇവിടെ നമ്മൾ വിത്ത് മീ എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലാതെ ചില ഡോണ്ട് ഗെറ്റ് ആംഗ്രി ഓൺ മീ, ഡോണ്ട് ഗെറ്റ് ആംഗ്രി അറ്റ് മീ എന്നല്ല. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് വിത്ത് ആണ്. ഫോൾട്ട് എന്ന് പറഞ്ഞാൽ തെറ്റ്. മേശപ്പുറത്ത് കറി വീഴ്ത്തല്ലേ. മേശപ്പുറത്ത് കറി വീഴ്ത്തല്ലേ, ചിന്തല്ലേ. ഡോണ്ട് സ്പിൽ ദ കറി ഓൺ ദ ടേബിൾ. ഡോണ്ട് സ്പിൽ ദ കറി ഓൺ ദ ടേബിൾ. സ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിനകത്തുള്ള സാധനം പുറത്തേക്ക് വീഴുക, അറിയാതെ വീഴുക അല്ലെങ്കിൽ ചിന്തിപ്പോവുക. ഇതിനെയാണ് നമ്മൾ സ്പിൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു വേരിയേഷൻ നോക്കാം. നീ കറി മേശപ്പുറത്ത് വീഴ്ത്തി. നീ കറി മേശപ്പുറത്ത് വീഴ്ത്തി. യു ഹാവ് സ്പിൽഡ് കറി ഓൺ ദ ടേബിൾ. യു ഹാവ് സ്പിൽഡ് അതായത് ഓൾറെഡി സ്പില്ല് ചെയ്തു, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ യു ഹാവ് സ്പിൽഡ് കറി ഓൺ ദ ടേബിൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് രണ്ട് രീതിയിൽ ഈ വാക്കിനെ പറയാം, സ്പെൽ ചെയ്യാം. അതായത് SPILLED അങ്ങനെയും പറയാം, സ്പിൽഡ്. അതല്ലെങ്കിൽ SPILT, സ്പിൽ. യു ഹാവ് സ്പിൽഡ് കറി ഓൺ ദ ടേബിൾ അങ്ങനെയും പറയാം. അല്ലെങ്കിൽ യു ഹാവ് സ്പിൽഡ് കറി ഓൺ ദ ടേബിൾ. നീ കറി മേശപ്പുറത്ത് വീഴ്ത്തി. ഇപ്പൊ നീ നിന്റെ ഷർട്ടിൽ കോഫി വീഴ്ത്തി എന്ന് പറയണമെങ്കിൽ യു ഹാവ് സ്പിൽഡ് കോഫി ഓൺ യുവർ ഷർട്ട്. എനിക്ക് നിന്നെ ഉപദേശിക്കാനേ പറ്റൂ, തീരുമാനമെടുക്കേണ്ടത് നീയാണ്. എനിക്ക് നിന്നെ ഉപദേശിക്കാനേ പറ്റൂ, തീരുമാനമെടുക്കേണ്ടത് നീയാണ്. ഐ കൻ ഓൺലി അഡ്വൈസ് യു ബട്ട് you have to take the decision. I can only advise you. എനിക്ക് നിന്നെ അഡ്വൈസ് ചെയ്യാനേ പറ്റൂ, അതായത് ഉപദേശിക്കുക എന്നതാണ് അഡ്വൈസ്. പക്ഷേ യു ഹാവ് ടു ടേക്ക് ദ ഡിസിഷൻ. നീയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, നീയാണ് തീരുമാനം എടുക്കേണ്ടത്. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം. അപ്പോൾ യു ഹാവ് ടു ടേക്ക് ദ ഡിസിഷൻ. നീയാണ് തീരുമാനം എടുക്കേണ്ടത്. നീ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണണം. നീ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണണം. യു ഷുഡ് സീ എ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി. യു ഷുഡ് സീ എ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി. ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ ഉടനെ, പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ നീ കാണണം. യു ഷുഡ് സീ എ ഡോക്ടർ ഇമ്മീഡിയറ്റ്. ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ മൊബൈൽ താഴെയിട്ടു. ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ മൊബൈൽ താഴെയിട്ടു. ഐ എം സോറി, ഐ ഡ്രോപ്ഡ് യുവർ മൊബൈൽ. ഐ എം സോറി, ഐ ഡ്രോപ്ഡ് യുവർ മൊബൈൽ. ഡ്രോപ്ഡ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യുക, അതായത് താഴേക്കിടുക. അവൾ ഒരു വാക്ക് പറഞ്ഞില്ല. അവൾ ഒരു വാക്ക് പറഞ്ഞില്ല.
She didn't say a word. She didn't say a word. നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയണമെങ്കിൽ നമ്മൾ പൊതുവെ പറയുന്നതെന്ന് വെച്ചാൽ അവൾ ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. ഇംഗ്ലീഷിൽ ഷി ഡിൻ സേ എ വേർഡ് എന്നാണ്. അക്ഷരം എന്നത് വേർഡ് അല്ല. അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ് എന്നാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല. ഷി ഡിൻ സേ എ വേർഡ് എന്നാണ് പറയുക. ഒരു വാക്ക് പോലും പറയാതെ അവൾ ഇറങ്ങിപ്പോയി. ഒരു വാക്ക് പോലും പറയാതെ അവൾ ഇറങ്ങിപ്പോയി. He left without even saying a word. She left without even saying a word. ഇവിടെ നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇടത്ത് എന്നർത്ഥമല്ല. She left പറഞ്ഞാൽ ഇറങ്ങിപ്പോകുക അല്ലെങ്കിൽ ത്തേക്ക് പോകുക. He left without even saying a word. Without even saying. ഒരു വാക്ക് പോലും പറയാതെ അവൾ പോയി അല്ലെങ്കിൽ അവൾ ഇറങ്ങിപ്പോയി. നീ എവിടെ പോയാലും ഞാൻ നിന്നെ പിന്തുടരും. നീ എവിടെ പോയാലും ഞാൻ നിന്നെ പിന്തുടരും. No matter where you go, I will follow you. No matter where you go, I will follow you. ഇതിനെ തന്നെ I will follow you wherever you go. അങ്ങനെയും പറയാം. I will follow you wherever you go. നീ എവിടേക്കൊക്കെ പോയാലും ഞാൻ നിന്നെ പിന്തുടരും. അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ പറയുന്നത്. No matter where you go, I will follow you. അല്ലെങ്കിൽ I will follow you wherever you go. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video.